ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐഫോൺ 13 പ്രോയുടെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം എൻ്റെ ഇരിക്കുന്ന ഐഫോൺ 13 പ്രോ സിയാറ ബ്ലൂ. ഈ തവണത്തെ തീം കളറാണ് നമ്മുടെ സിയാറ ബ്ലൂ. ഇത് കൂടാണ്ട് നമുക്ക് സിൽവർ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് സിൽവർ വരുമ്പോൾ ഫ്രെയിമും സിൽവർ ആയിരിക്കും, ഇതിൻ്റെ ക്യാമറ റിങ്സിലും ഒരു സിൽവർ വരും. പിന്നെ ഗോൾഡ് വരുന്നുണ്ട്. ഗോൾഡ് വരുമ്പോഴത്തേക്കും ഫ്രെയിം ഗോൾഡ്, ദാറ്റ് മീൻസ് ഈ ക്യാമറയുടെ റിങ്ങിൻ്റെ അവിടേക്ക് ഗോൾഡ് വരും. ആൻഡ് അതുപോലെ തന്നെ ഗ്രാഫൈറ്റ് കളർ, സോർട്ട് ഓഫ് ബ്ലാക്ക് കളർ. അപ്പോൾ അതൊരു ബ്ലാക്കിഷ് രീതിയിലായിരിക്കും ടോട്ടൽ അപ്പിയറൻസ് വരും. സോ ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് കളർ നമ്മുടെ സിയാറ ബ്ലൂ തന്നെയായിരുന്നു. ഐഫോൺ 11 സീരീസിൽ നമുക്ക് മിഡ്നൈറ്റ് ഗ്രീൻ, 12 സീരീസിൽ പസഫിക് ബ്ലൂ, ആൻഡ് ഫോർ ദ 13 സീരീസ് വി ഹാവ് നമ്മുടെ സിയാറ ബ്ലൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഇൻ ഹാൻഡ് ഫീലിൽ തന്നെ തുടങ്ങാം. ഓക്കെ, സോ ഇതൊരു 6.1 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ആക്ച്വലി. സോ നല്ല കംഫർട്ടാണ്, നമ്മൾ കൈ പിടിക്കാൻ തന്നെ നല്ലൊരു കംഫർട്ടുണ്ട് നമുക്ക്, കണ്ടോ. സോ ഈവൻ നമ്മുടെ ഐഫോൺ 13 പ്രോ മാക്സ് ഒക്കെ ഇച്ചിരി ബൾക്കിയാണ്. ആ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ എലമെൻറ്റ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ബോർഡ്, ഒരു ഗ്ലാസ് കഷ്ണത്തിൽ പിടിക്കുന്ന പോലെ തന്നെ ഒരു ഫീൽ. ഞാൻ ഓൾറെഡി 13 പ്രോ മാക്സിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ആക്ച്വലി നമ്മൾ ഒരു ഗ്ലാസ് കഷ്ണം, നല്ലൊരു തിക്കുള്ളൊരു ഗ്ലാസ് കഷ്ണത്തിൽ പിടിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ പിടിക്കുമ്പോൾ. സോ 13 പ്രോ മാക്സ് വെച്ചാൽ നല്ല സൈസായിരുന്നു. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയുക കംഫർട്ടബിൾ ഫീൽ ചെയ്യും മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും. ബട്ട് ആക്ച്വലി നിങ്ങൾ ദാറ്റ് മീൻസ് ഈ കൂടിയ സൈസുള്ള S21 അൾട്രാ, X20 പ്രോ പ്ലസ് അങ്ങനത്തെ ലാർജ് സൈസിലെ ഫോൺസ് യൂസ് ചെയ്ത് വന്നേക്കാണെങ്കിൽ ഒബ്വിയസ്ലി ഫൈൻ ആയിരിക്കും. അല്ലാത്തവർക്കൊരു പെർഫെക്റ്റ് വൺ ഹാൻഡഡ് ഫോണായിരിക്കും നമ്മുടെ ഐഫോൺ 13 പ്രോ എന്ന് പറഞ്ഞാൽ. കണ്ടോ, പക്ക നമ്മൾ കൈ പിടിക്കുമ്പോൾ തന്നെ ആ പ്രീമിയംനെസ് കിട്ടുന്നുണ്ട്, കണ്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ 7.7 mm ആണ് തിക്നെസ് വരുന്നത്. ഓക്കെ, 7.7 mm. പിന്നെ ടോട്ടൽ വെയിറ്റ് 204 grams ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നോച്ച് സൈസ് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ശ്രദ്ധിച്ചറിയാം, ചെറിയൊരു നോച്ച്. ദാറ്റ് മീൻസ് കമ്പാരിറ്റീവ്ലി, ദാറ്റ് മീൻസ് പഴയ സീരീസ് വെച്ചാൽ ഇച്ചിരി നോച്ച് ചെറുതായിട്ടുണ്ട്, അങ്ങനെ ഒരു. ബട്ട് സ്റ്റിൽ അതൊരു ബ്ലാക്ക് സ്പോട്ട്, ഒരു ഡോട്ട് പോലെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് ദാറ്റ് മീൻസ് സിനിമ കാണുമ്പോൾ ഇച്ചിരി ഒരു വിയർഡായിട്ട് ഫീൽ ചെയ്യും. ബട്ട് ഒബ്വിയസ്ലി അതിനകത്ത് നല്ല ഹൗസിംഗ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഫേസ് ഐ ഡി കാര്യങ്ങൾ, സെൻസേഴ്സ് ഒക്കെ വരുന്നൊരു സ്ഥലമായ കാരണം നമുക്കതൊരു മീനിങ് ഫുൾ ആയിട്ടൊരു ലൊക്കേഷനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്ക് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഗ്ലാസ് സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ ടോട്ടലി ബിൽഡ് ആൻഡ് ഡിസൈൻ കാര്യത്തിൽ നെക്സ്റ്റ് ലെവലാണ് നമ്മുടെ ഐഫോൺ 13 പ്രോ. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ് പിന്നെ ഒരു അപ്ഗ്രേഡ് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് 120 Hz ഫസ്റ്റ് ടൈം ഐഫോണിൽ വന്നിട്ടുണ്ട്. സോ എനിക്കത് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം കണ്ടോ, നല്ല സ്മൂത്താണ് ഡിസ്പ്ലേ എന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, കണ്ടോ, പക്ക സ്മൂത്താണ് ഡിസ്പ്ലേ കാര്യങ്ങൾ. സോ 120 Hz ഫസ്റ്റ് ടൈമിലാണ്. ഇത് നമുക്ക് ഐഫോൺ 13 പ്രോയ്ക്കും 13 പ്രോ മാക്സിനും മാത്രമാണ് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുള്ളൂ, കണ്ടോ. ഓക്കെ, നല്ല സ്മൂത്ത് തന്നെയാണ്. സോ നമ്മൾ മസ്റ്റ് ട്രൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഐഫോൺ 12 പ്രോയ്ക്ക് യൂസ് ചെയ്ത് വരുമ്പോൾ ചെറിയൊരു ഇത് നമുക്ക് വെർത്ത് നോട്ടീസിങ് ആണ്. ബട്ട് അത് ഒരു എല്ലാവർക്കും മാറ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ഒരു നല്ല പെർഫെക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ രീതിയിലാണ് എന്തായാലും അവർ ലേറ്റായിട്ട് കൊണ്ടുവന്നാലും അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ. സോ ഗൈസ്, നെക്സ്റ്റ് ഒരു മീനിങ് ഫുൾ അപ്ഗ്രേഡ് വന്ന സ്ഥലമാണ് നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ മെയിൻ കാര്യം 120 Hz റീഫ്രഷ് റേറ്റ്, അതായത് പ്രോ മോഷൻ റീഫ്രഷ് റേറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഐഫോൺ 13 പ്രോ ആൻഡ് പ്രോ മാക്സ് വരുന്നത്. സോ അതൊരു മസ്റ്റ് ട്രൈ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 12 പ്രോ മാക്സിലൊക്കെ 60 Hz വെച്ച് നോക്കുമ്പോൾ നമുക്ക് വെർത്ത് നോട്ടീസിങ് ആണ്, ലൈറ്റായിട്ട് നമുക്ക് വെർത്ത് നോട്ടീസിങ് ആണ്. ബട്ട് അതൊരു ഡീൽ ബ്രേക്കർ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് ഉണ്ട്, നമുക്ക് അത് സ്ക്രോളിങ്ങിലൊക്കെ നമുക്ക് വെർത്തായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തായാലും ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല സ്മൂത്ത്നെസ് ആണ്, നമുക്കത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മൾ 12 പ്രോ 11 പ്രോ എന്നൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തറിയാം 11 പ്രോ 12 പ്രോ ഒക്കെ 60 Hz ആണ്. സോ ഫസ്റ്റ് ടൈം നല്ല ഇംപ്ലിമെൻറ്റേഷൻ, ലേറ്റ് ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല, പക്ക. അത് മാത്രമല്ല, നമ്മൾ സാംസങ്ങിനൊക്കെ വരുമ്പോൾ LTP എന്ന് പറയുന്നത് മീൻസ് വേരിയബിൾ റീഫ്രഷ് റേറ്റ് ആണ്. ദാറ്റ് മീൻസ് 10 Hz മുതൽ 120 Hz വരെ സ്വിച്ച് ചെയ്യുന്ന ടൈപ്പാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത്. സോ ബാറ്ററി കൺസപ്ഷനൊക്കെ കാരണം ഭയങ്കര ലെസ് ആയിരിക്കും. ഓക്കെ, ഇനി അത് മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ പറയുമ്പോൾ ഞാൻ ഡിസ്പ്ലേ ഒരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മുടെ ഐഫോൺ 13 പ്രോയുടെ ഡിസ്പ്ലേ അവിടെ നമ്മളിപ്പോൾ മീഡിയ കൺസപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് കണ്ടോ സൈഡിലൊരു, ബട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഓക്കെയാണ്, ബട്ട് സ്റ്റിൽ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. സോ ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുന്നത് ഒരു ഫുൾ HD അല്ല, ഒരു ക്വാഡച്ച്, ഇൻ ബിറ്റ്വീൻ ഫുൾ HD ആൻഡ് ക്വാഡച്ച് എന്ന് പറയാം. സോ 1170x2532 ആണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ വരുന്നത്. 460 ppi വരുന്നുണ്ട്. പിന്നെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 nits ആണ് മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരിക. ഓക്കെ, സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, പക്ക അടിപൊളി ഡിസ്പ്ലേ, കണ്ടോ, നല്ല കളർ അക്യുറസി, നല്ല കളർ വൈബ്രൻസി,
ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കാം. കണ്ടോ, ആ ഗ്രീനൊക്കെ ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഞാൻ ക്ലോസപ്പ് കൊണ്ടുവരാം. പക്ക ഡിസ്പ്ലേയിലായത് ഒരു ബാഡ് അടിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക പ്രീമിയമിനകത്താണ്. അത് ഒബ്വിയസ്ലി ആപ്പിളിൻ്റെ സാംസങ് ഡിസ്പ്ലേസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ 10/10 പറഞ്ഞ രീതിയിലാണ് ഡിസ്പ്ലേ വരിക. സോ ഡിസ്പ്ലേ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ സ്പീക്കേഴ്സ് നോക്കാം. സോ ഗൈസ്, സ്പീക്കേഴ്സ് ആൻഡ് ഡിസ്പ്ലേ, ദാറ്റ് മീൻസ് മൾട്ടിമീഡിയ സെഗ്മെൻറ്റിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ 13 Pro സെറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 13 Pro മാക്സിന് സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ആ ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ. സോ രണ്ടും പെർഫെക്റ്റ് ആണ്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ രണ്ടും കിട്ടും. ഇനി നമ്മൾ പെർഫോമൻസ് ആയിട്ട് തന്നെ ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. ദാറ്റ് മീൻസ് ആപ്പിൾ A15 ബയോണിക് 5 nm ഉള്ള ഒരു ഇതിനകത്ത് ചിപ്പ് ആണ് വരിക. സോ ടോപ്പ് ഓഫ് ദ നോച്ച് ലൈനാണ്. നമുക്ക് വരുന്ന ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ റിഗ്രസ് പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി എല്ലാം മാക്സിമം ഗ്രാഫിക്സ് ഇമ്മേഴ്സീവായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ചിപ്പ് തന്നെയാണ്. സോ നത്തിങ് ടു സേ അബൌട്ട് ഇറ്റ്. ആൻഡ് ബാറ്ററി ബാക്കപ്പ്, സോ 3095 mAh ആണ് നമുക്കിൻ്റെ ബാറ്ററി വരിക. ഓക്കെ, സോ ബാറ്ററി ബാക്കപ്പ് പെർഫെക്റ്റ് വൺ ഡേ തന്നെ, ഒരു പെർഫെക്റ്റ് വൺ ഡേ ഓർ അല്ലെങ്കിൽ ഇച്ചിരി കൂടിയ വൺ ഡേ, മോർ ദാൻ വൺ ഡേ വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു യൂസിന് വെച്ചിട്ട്. ഒരു അത്യാവശ്യം ഹൈ എൻഡ് യൂസർ ആണെങ്കിലും പെർഫെക്റ്റ് വൺ ഡേ കിട്ടുന്ന ഒരു ബാറ്ററി പാക്ക്. പിന്നെ നിങ്ങൾ ഒരു മാക്സിമം ഒരു 2 days ഒക്കെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാണ്ട് യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് 13 Pro Max എടുക്കുക. നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ മാക്സിമം ചിലപ്പോൾ ഒരു 4 days ഒക്കെ വരെ 13 Pro Max പോകും. ഹെവി യൂസർ ആണെങ്കിൽ മിനിമം, അൾട്രാ ഹെവി യൂസർ ആണെങ്കിൽ പോലും മിനിമം വൺ ഡേ കിട്ടും. സോ കാരണം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നമ്മുടെ 13 Pro Maxന്. ഇതും സ്റ്റിൽ നൈസാണ്, പെർഫെക്റ്റ് ബാറ്ററി ബാക്കപ്പ് എന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് വരുന്നത് റാം 6GB റാമാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നമ്മുടെ iPhone 12 Pro വെച്ച് നോക്കുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ അപ്രോക്സിമേറ്റ് നമ്മുടെ 12 Pro വെച്ച് കൂടുതലുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ക്യാമറാസ് ആണ്. ആക്ച്വലി നോർമലി നമ്മൾ കമ്പാരിസൺ ചെയ്യുന്ന എത്ര മെഗാ പിക്സൽ ക്യാമറാസ്, ബട്ട് ഐഫോൺ അത് ആ റേഞ്ചിലല്ല കാര്യങ്ങൾ. സോ ഇതിൻ്റെ ക്യാമറാസ് നമ്മൾ മൂന്നും നോർമലി കണ്ടുവരുന്ന 12 MB ക്യാമറാസ് ആണെങ്കിലും ഹാർഡ്വെയർ ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറേ വന്നിട്ടുള്ള ക്യാമറാസാണ് ഈ മൂന്നെണ്ണം. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൈമറി മെയിൻ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 MB f1.5 ഒരു 1.9 മൈക്രോ പിക്സൽസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതൊരു മാക്സിമം ലാർജർ സെൻസറാണ് വരിക. സോ മെയിൻ ക്യാമറ. പിന്നെ വരുന്നത് നമുക്ക് അതിനകത്ത് സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഒരു 12 MB ടെലിഫോട്ടോ 3x ഒപ്റ്റിക്കൽ സൂം വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു 12 MB അൾട്രാ വൈഡ്. പിന്നെ ലാസ്റ്റ് ഒരു TOF ക്യാമറ, മീൻസ് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാമറ ആണ്. ഒരു ഡെപ്ത് ഫോക്കസ് ഒക്കെ പക്കയായിട്ട് കിട്ടാൻ വേണ്ടി. ആൻഡ് ഓൺ ദ ഫ്രണ്ട് നമുക്ക് വരുന്ന ഒരു 12 MB, അവിടെ ഒരു 12 MB ഒരു ക്യാമറയാണ് നമുക്ക് ഫ്രണ്ടിലും വരിക. ഓക്കെ, ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ്, ഞാൻ കുറച്ച് വീഡിയോ നമ്മുടെ സിനിമാറ്റിക് മോഡ് എന്നൊക്കെ പറഞ്ഞ കിഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിച്ചു തരാം. സോ ഇതിൻ്റെ സിനിമാറ്റിക് മോഡാണ്. സോ ദാറ്റ് മീൻസ് ഒരു ഫോക്കസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ. ദാറ്റ് മീൻസ് ഒരു ട്രാൻസിഷൻസ് ഒക്കെ നമ്മൾ നോർമലി കാണുന്ന ഒരു മെയിൻ ഫോക്കസ് ചെയ്യുന്ന ഒരു സബ് ഫോക്കസ് ചെയ്യുന്ന ട്രാൻസിഷൻ പോലെയല്ല, നല്ല സ്മൂത്ത് ട്രാൻസിഷൻ. അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട്. ഞാൻ നോർമലി ഒരു ഷോട്ട് എടുത്ത് കാണിച്ചു തന്നെയാണ്. ഓക്കെ, ഞാൻ ട്രാൻസിഷനുള്ള വേറെ ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, പക്ക ഒരു പ്രീമിയം രീതിയിൽ നമ്മളൊരു മൂവീസ് കാണുന്ന ഒരു സെറ്റപ്പിൽ അടുത്ത് വന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മുടെ സിനിമാറ്റിക് മോഡ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, ഇതൊരു സിനിമാറ്റിക് വീഡിയോ എടുത്തേക്കുന്നതാണ്. ദാറ്റ് മീൻസ് ഞാൻ ഈ പുൽക്കൂടും കാറാണ്, ദാറ്റ് മീൻസ് എൻ്റെ അടുത്താണ് എടുത്തേക്കുന്നത്, കണ്ടറിയാം തരും. ഓക്കെ, കണ്ടോ, ട്രാൻസിസ് ചെയ്ത് ലൈറ്റായിട്ട് നമുക്ക് ഇത് പുൽക്കൂട് ഫോക്കസ് ആവുന്നു, കാർ ഫോക്കസ് ആവുന്നു. സോ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കറൻ്റ് ഇത് മൊമെൻറ്റിൽ ഇപ്പോൾ കിടക്കുന്നത് വെച്ചാൽ പുൽക്കൂടാണ് ഫോക്കസിൽ, കാറ് ദാറ്റ് മീൻസ് ബ്ലാർ ഔട്ടാണ്. നമുക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എൻ്റയർ ആ വീഡിയോ ഏത് ഫോക്കസിൽ വേണം, ആ മൊമെൻറ്റ് എവിടെ വേണം നമുക്ക് മാറ്റാൻ. കണ്ടോ, നമുക്ക് ഏത് മൊമെൻറ്റിലും ഇപ്പോൾ ഫോക്കസ് കിടക്കുന്നത് വെച്ചാൽ നമ്മുടെ കാറിലാണ് ഫോക്കസിൽ. ഈ മൊമെൻറ്റിൽ നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം. ആണോ, ഇപ്പോൾ ഫോക്കസ് മാറി നമ്മുടെ ഇതിനായി. ഇപ്പോൾ ഇനി തിരിച്ച് ബാക്ക് ടു പേൻ ഫസ്റ്റത്തെ ഇതെടുക്കുവാണെങ്കിൽ നമ്മുടെ ഇതാണ് നമ്മുടെ പുൽക്കൂടാണ് ഫോക്കസിൽ, കാർ ബ്ലറാണ്. അപ്പോൾ കാറിൽ നിന്ന് ടാപ്പ് ചെയ്യുക. ആണോ, കാർ ഫോക്കസായി പുൽക്കൂട് ബ്ലറായി. തിരിച്ച് കഴിച്ച് ചെയ്യുക. ആണോ, അങ്ങനെ നമുക്ക് ഫോക്കസ് ടക്ക് 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 എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മീൻസ് ഒരു നൈസ് ഇൻറ്റേർണൽ എഡിറ്റർ തന്നെയുണ്ട് നമുക്ക് ഇതിനകത്ത്. കണ്ടോ, അവിടെ നമുക്ക് കുറേ ട്രാൻസിഷനും കാര്യങ്ങൾ, അതിൻ്റെ ഏത് ഷെയ്ഡ്സ് കണ്ടത്, ഷെയ്ഡ്സ് ഇങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക്. കണ്ടോ, ബിൽട്ടിൻ ആയിട്ടാട്ടോ, നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യണ്ട. സോ ഈ 13 Pro
പ്രോ മാക്സ് എടുക്കുന്നവരോടൊരു കാര്യം പറയുന്നത് മീൻസ് മിനിമം ഒരു 256 GB സ്റ്റോറേജ് എടുക്കുക. കാരണം നിങ്ങൾ ഈ സിനിമാറ്റിക് മോഡും മാക്സിമം നിങ്ങളായിട്ടുള്ള ഒരു വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് യൂസ്. സോ 128 മിനിമം വെരി മിനിമലൈസ് യൂസിന് 128 ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു 256 എങ്കിലും എടുക്കുക. പിന്നെ അത് മാത്രമല്ല റീസെയിൽ വാല്യൂം 256 ദാറ്റ് മീൻസ് കമ്പാരിറ്റീവ് 128 കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പോൾ 11 Pro മാക്സ് 264 എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ റീസെയിൽ വാല്യൂ കുറച്ച് കുറവാണ്. ബിക്കോസ് 64 GB ഉള്ളത് കാരണം. സോ അതേ റീസൺ കുറച്ചാണ് കഴിയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് 256 GB എടുക്കുക. ഐഫോൺസ് എടുക്കുന്ന മീൻസ് ലോങ് ടേം ആണ് നിങ്ങൾ ഒരു ഫോൺ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ ജസ്റ്റ് കുറച്ച് നോർമൽ ഇതിൻ്റെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ വെച്ചൊരു വീഡിയോ ആണ്. നല്ല സ്പീഡിൽ ഓടി എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അത്യാവശ്യം പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാ കാണിച്ചു തരാം. ആണോ, ഫുൾ നല്ല സ്പീഡിൽ ഞാൻ ഓടി എടുത്തതിന് വേണ്ടിയിട്ട് പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ഡീറ്റെയിലിംഗ് കാണിക്കാനുള്ള ഷോട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടോ, നല്ല രീതിയിൽ ക്ലോസ് ടു സബ്ജക്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടോ ഡീറ്റെയിൽസ് ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ മാക്സിമം നമുക്ക് ഇതിനകത്ത് ഇതാണ് നമ്മുടെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നത്. അൾട്രാ വൈഡ് ക്യാമറ അറ്റ് എ ഗ്ലാൻസിൽ നല്ല ഷോട്ടാണ്. ബട്ട് നിങ്ങൾ റിയലി ക്ലോസ് സബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണ്. അങ്ങനെ ഒരു പ്രശ്നം. ദാറ്റ് മീൻസ് ആ 12 MB എടുക്കുന്ന മാക്സിമം രീതിയിൽ എടുത്തിട്ടുണ്ട്. ഐ മീൻ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ബട്ട് മീൻസ് ഡീറ്റെയിൽസ് ആണ് ഉദ്ദേശിച്ചത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് നമ്മുടെ ടെലിഫോട്ടോ കാണിച്ചു തരാം. നമ്മുടെ ക്യാമറ എടുത്തു. സോ നമുക്ക് 3x ആണ് നമുക്ക് ഒപ്റ്റിക്കൽ വരിക. പിന്നെ നമുക്ക് മാക്സിമം നമുക്ക് 15x വരെ പോകാം. അത് ഡിജിറ്റലായിട്ടാണ് 3x ഒപ്റ്റിക്കലും. ഓക്കെ, സോ ആ ഷോട്ടാണ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 15x ഒരു പിക്ക്. ആണോ, കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് മിസ്സിംഗ് ആണ്. ഒബ്വിയസ്ലി അത് ഡിജിറ്റലായിട്ട് കാരണമുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മാക്രോ മോഡ് കിട്ടുവാണെന്ന് ഭയങ്കര എക്സ്ട്രീം ക്ലോസ് സബ്ജക്റ്റ് ആകാൻ പറ്റും. നിങ്ങൾ കണ്ടോ, റിയലി ക്ലോസ് സബ്ജക്റ്റ് നമുക്ക് മാക്രോ മോഡ് എടുക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു മാക്രോ ഷോട്ടിന് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലോസ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഈ മാക്രോ മോഡിട്ട് പോകുന്ന ടൈമിൽ ദാറ്റ് മീൻസ് നമ്മൾ നോർമൽ വീഡിയോ നിന്ന് മാക്രോ മോഡിട്ട് പോകുന്ന സമയത്ത് ഒരു ടക്ക് എന്ന് പറഞ്ഞാൽ അനക്കം നമുക്ക് ക്യാമറ ഫീൽ ചെയ്യും. ക്യാമറ സ്വിച്ച് ചെയ്യാനായിട്ട് ആ ട്രാൻസിഷൻ കുറച്ചും കൂടെ സ്മൂത്ത് ആവാനുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ദാറ്റ് മീൻസ് നമ്മുടെ അപ്ഡേഷനിൽ ശരിയാവായിരിക്കണം ആ ഒരു ട്രാൻസിഷൻ വരുന്നത്. ഓക്കെ, നമ്മുടെ 2-3 പോർട്രേറ്റ് പിക്സ് ഒക്കെയാണ്. പോർട്രേറ്റ്സ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒന്നുകൂടെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ സിനിമാറ്റിക് മോഡ്. നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സിനിമാറ്റിക് മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, വീഡിയോ, ഫോട്ടോയ്ക്ക് നമ്മുടെ അൾട്രാ വൈഡ്, നോർമൽ, ടെലിഫോട്ടോ 3 കിടപ്പുണ്ട്. പിന്നെ പോർട്രേറ്റ് മോഡ്സ് നമുക്കിവിടെ നാച്ചുറൽ എഫക്റ്റ്, സ്റ്റേജ് ലൈറ്റ്, മോണോ, അങ്ങനെ കുറച്ച് എഫക്റ്റ്. അതിനകത്ത് ഏറ്റവും എനിക്ക് സ്റ്റുഡിയോ ലൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് പാനോ, നമുക്ക് 360 മീൻസ് അത്യാവശ്യം സറൗണ്ട് ചെയ്തെടുക്കാൻ പറ്റി പാനോ. ഓക്കെ, സോ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല രീതിയിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ 11 Pro Max ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അപ്ഗ്രേഡ് ഫീൽ ചെയ്യും. 12 Pro Max യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അപ്ഗ്രേഡ് വെർത്തായിട്ട് ചില മോഡ്സ് ദാറ്റ് മീൻസ് സിനിമാറ്റിക് മോഡ്സ് അങ്ങനെയുള്ള മോഡ്സ് ഒബ്വിയസ്ലി വെർത്താണ്. ബട്ട് അല്ലാണ്ട് നിങ്ങളൊരു വൻപിച്ച് അപ്ഗ്രേഡ് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫേസ് ഐ ഡി നല്ല ഫാസ്റ്റാണ്. ഇൻ 3, 2, 1 ആൻഡ് ഗോ. കണ്ടോ, ഒന്നോടെ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോറി, 3, 2, 1 ആൻഡ് ഗോ. സോ അതിൻ്റെ ഫേസ് ഐ ഡി ഒന്നും പറയാനില്ല, പക്ക ഇംപ്ലിമെൻറ്റേഷനാണ്. എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു എനിക്ക് ഫോൺ. സോ വെർത്ത് ബൈങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസ് അനുസരിച്ചാണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഒരു വീഡിയോഗ്രാഫിക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല പ്രയോറിറ്റി കൊടുത്തുള്ളൊരു ബയറാണ് നിങ്ങൾ. ഒബ്വിയസ്ലി iPhone 13 Pro ഒരു വർത്ത് ബൈ. അതിൻ്റെ ഹാൻഡി ഫോണാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാർജ് സൈസ് ഫോൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ ഫോർ ദ iPhone 13 Pro Max. So guys, that's all for today. Signing off, it's Phone Mania.